25 ജനിച്ചത്. അപ്പൊ എല്ലാരും എന്നെ നോക്കുക. ഞാൻ എപ്പോഴേ പോയി നിർത്താൻ പറഞ്ഞപ്പോഴേ ഞാൻ നിർത്തി. അല്ല പുള്ളി ഒരു 10 പ്രസംഗമാണ്. യേശു 25 ജനിച്ചത്. അപ്പോൾ ആ നൂന്റിയുടെ അപ്പുറമാണ് അവിടെ കരിങ്ങൊക്കെ. ഞാൻ വന്ന് ഇവിടെ ഒറ്റയ്ക്ക് കരിങ്ങയെ കുത്തിരിക്കുക. അപ്പം ഇമാർ ഉത്തരവൊന്നും പറഞ്ഞില്ല, പുള്ളിയോട്ട് പൈസയും കൊടുത്തില്ല. സ്വതന്മാരെല്ലാം തിരിച്ചു വന്ന് എന്നോട് ചോദിക്കുക, അല്ല ഇനിയിപ്പോൾ 25 ഫെബ്രുവരിയോ ജനുവരിയോ എപ്പോഴേലും ആകട്ടെ, എങ്ങനെ ജനിച്ചതാണോ? നമ്മുടെ ചില വിശ്വാസങ്ങൾ മറ്റുള്ളവരുടെ അവിശ്വാസങ്ങളിലേക്ക് നയിക്കുന്നതാണ്. ഈ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുന്ന സമയം. അതുകൊണ്ട് ഈ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഇതിനാന്നിട്ട് എന്തിനാ കർത്താവ് ജനിച്ചതെന്നറിയാമോ? എന്തിനാ കർത്താവ് ജനിച്ചതെന്നറിയാമോ? നമുക്കൊരു പദവി തരാണ്. നമ്മുടെ കർത്താവ് ജനിച്ചു എന്ന് പറയും, പക്ഷെ എന്തിന് ജനിച്ചു? അവൻ ജനിച്ചത് സത്യമാണെങ്കിൽ അവൻ നിനക്കൊരു പദവി തരാൻ വേണ്ടിയാണ് ജനിച്ചത്. അവൻ ജനിച്ചത് സത്യം ആണെങ്കിൽ, സ്തോത്രം, നിന്നെ ന്യായപ്രമാണത്തിന് കീഴിൽ നിന്ന് വിലക്ക് വാങ്ങാൻ അവൻ ജനിച്ചത്. സ്തോത്രം, അവൻ ജനിച്ചത് സത്യമാണെങ്കിൽ അവന്റെ രക്തത്താൽ നീ വീണ്ടെടുക്കപ്പെട്ട ദൈവവേദന, നീ മക്കളാണ്, നീ അവകാശങ്ങളാ എന്ന് പകരാ വിശുദ്ധ വിശ്വാസമുള്ള ദൈവവേദന കരമുയർത്തി ദൈവത്തിന് നന്ദി പറയാം. കർത്താവിന്റെ വചനം പറയുകയാണ്, നിങ്ങളെ ന്യായപ്രമാണത്തിന് കീഴിൽ നിന്ന് അവൻ വിലക്ക് വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങൾ അവകാശം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. പ്രൈസിനോട് ഹല്ലേലൂയ. അവകാശം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. സ്തോത്രം. ഒരു കാര്യം നിങ്ങൾ വിട്ടുപോകരുത്, അവകാശത്തിന്റെ പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവരാനാണ് കർത്താവ് തക്ക സമയത്ത് വന്നത്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ അവകാശികളാണ്, നിങ്ങൾ മക്കളാണ്. അപ്പാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ അവകാശം നമുക്ക് തന്നിട്ടുണ്ട്. ആ അവകാശം തരാൻ വേണ്ടിയാണ് അവൻ ജനിച്ചത്. സ്തോത്രം. നമ്മളെപ്പോഴും പറയത്തില്ലേ, കർത്താവ് ജനിച്ചത് പാപപരിഹാരത്തിന് വേണ്ടിയാ, രോഗസൗഖ്യത്തിന് വേണ്ടിയാ, ശാപങ്ങളുടെ കെട്ടഴിക്കാനാ. ഇതെല്ലാം പറയുമ്പോൾ അതിലെല്ലാം ഉപരിയായി അത് നമ്മൾ ലോകത്തോട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പറയേണ്ട കാര്യമാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുന്ന നിങ്ങൾ പറയേണ്ടത്, കർത്താവ് എനിക്ക് വേണ്ടി ജനിച്ചത് എന്നെ അവകാശിയാക്കാൻ വേണ്ടിയാ, എന്നെ ജയാളിയാക്കാൻ വേണ്ടിയാ. ഒരിക്കൽ ഞാൻ ന്യായപ്രമാണത്തിന്റെ ശാപത്തിന് കീഴിലായിരുന്നു, ദൈവിക പ്രമാണങ്ങളോട് എനിക്ക് ബന്ധമില്ലായിരുന്നു. എന്നാൽ അവന്റെ ചങ്കിലെ നിർമ്മലമായ രക്തം ഊറ്റി തന്ന്, എന്നെ ഊറ്റി തന്ന്, എനിക്ക് വേണ്ടി ഊറ്റി തന്ന്, അവൻ എന്നെ ഒരു പദവിയിൽ ഇരുത്തിയിരിക്കുകയാ. ഇന്ന് പകൽക്കാലം ഇവിടത്തെ പായിൽ ഇരുന്നുകൊണ്ട് നീ കരമടിക്കുമ്പോൾ, ഇവിടത്തെ പായിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ, നീ ശാപത്തിന് കീഴിൽ കിടക്കുന്ന വ്യക്തിയല്ല, ദൈവിക പദവിയില. ഏത് പദവിയില? ദൈവിക പുത്രത്വത്തിന്റെ അവകാശം, ദൈവിക പുത്രത്വത്തിന്റെ പദവിയിലേക്ക് ദൈവം നിങ്ങളെ ഉയർത്തിയോട്ട് പ്രൈസലോട് കരമടിച്ച് നന്ദിയോടെ ദൈവത്തെ നമുക്ക് നന്നായി സ്തുതിക്കാം. കർത്താവ് വന്നത് ന്യായപ്രമാണത്തിന്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവൻ വന്ന് ന്യായപ്രമാണത്തെ പൂർത്തീകരിച്ചു. ഇറ്റ് വാസ് ദി എൻഡ് ഓഫ് ദ ലോ. ന്യായപ്രമാണത്തെ അവൻ എന്ത് ചെയ്തു? പൂർത്തീകരിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവനൊരു പുതിയ പ്രമാണം വന്നു. പൗലോസ് പറയുന്നു, ക്രിസ്തുവിന്റെ പ്രമാണം. സ്തോത്രം. നമ്മൾ ആരുടെ കീഴിലല്ല? ന്യായപ്രമാണത്തിന് കീഴിലല്ല. നമ്മൾ എന്ത് ചെയ്തിരുന്നോ? ക്രിസ്തുവിന്റെ പ്രമാണം. സ്തോത്രം. യഹൂദന്റെ ചരിത്രം അവസാനിക്കുന്നിടത്ത് ദൈവം ഒരു പുതിയ ചരിത്രം എഴുതി ചേർത്തു. ആ ചരിത്രത്തിന്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. സ്തോത്രം. ഈ ചരിത്രത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാനാ യേശു തക്ക സമയത്ത് നമുക്ക് വേണ്ടി ജനിച്ചത്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും കർത്താവ്